അതേസമയം മറ്റൊരു മുന്നണി ചർച്ചയിൽ നീന്തി തുടിച്ച് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. UDF ചർച്ചയോട് ചർച്ചയാണ്. കോണിക്ക് 3 കൊടുത്താൽ മാണിക്ക് 2 കൊടുക്കേണ്ടി വരുമല്ലോ എന്ന ചർച്ച. പണ്ട് കുരങ്ങൻ അപ്പം ഓരി വെച്ചതുപോലെ UDF അങ്ങനെ ചർച്ച കടിച്ചു പിടിച്ചിരിക്കുന്നതിനിടയിൽ LDF സീറ്റ് വിഭജനം പൂർത്തിയായി. LDF ഇല്ലല്ലോ. ഇപ്പം LDF ഉണ്ടോ കേരളത്തിൽ? LDF ഇല്ല. CPM CPI മാത്രം സീറ്റുകളൊക്കെ അനൗൺസ് ചെയ്തു. LDFിലുള്ള ഒരു കക്ഷിക്ക് സീറ്റ് കൊടുത്തില്ല. ഡെമോക്രാറ്റിക് പാർട്ടികൾക്കൊന്നും LDFിൽ സീറ്റില്ല. അപ്പോൾ LDF ഏതാണ്ട് പൂർണ്ണമായി തകർന്നിരിക്കുകയാണ്. അപ്പറഞ്ഞതിൽ ഇത്തിരി സത്യമുണ്ട്. ഇടതുമുന്നണി മാത്രമേ പാർലമെന്റിലേക്ക് മത്സരിക്കുന്നുള്ളൂ. ജനാധിപത്യ കക്ഷികൾ മത്സരിക്കുന്നില്ല. ഒരു ജനാധിപത്യ കക്ഷി അതാ വരുന്നു, ജനാധിപത്യ കേരള കോൺഗ്രസ്. ചർച്ച പൂർത്തിയായോ? സീറ്റ് ചർച്ച പൂർത്തിയായി. കൺവീനർ പറയും 20 സീറ്റുകളിലെ സ്ഥാനാർത്ഥിയായിട്ടുണ്ട്. സ്ഥാനാർത്ഥികളായിട്ടില്ല. സ്ഥാനാർത്ഥികൾ അതത് പാർട്ടികളല്ലേ തീരുമാനിക്കുന്നത്. സ്ഥാനാർത്ഥികളുടെ പേര് പറഞ്ഞില്ല, പാർട്ടികൾക്ക് തീരുമാനിച്ചു. സീറ്റ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ടെന്ന് ഇന്നലെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു പ്രതീക്ഷ ഇത്തവണ ഞങ്ങൾ മത്സരിക്കുന്നില്ല. ഡോക്ടർ KC ജോസഫാണ് പറയുന്നത്. ആന്റണി രാജുവാണ് മൂകസാക്ഷി നിൽക്കുന്നത്. ഇത്തവണ ജനാധിപത്യ കേരള കോൺഗ്രസ് പാർലമെന്റിലേക്ക് മത്സരിക്കുന്നില്ല. സീറ്റ് കിട്ടാത്തത് കൊണ്ട് അവരങ്ങ് തൃപ്തിപ്പെട്ടു. സീറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ പാവങ്ങളെ പറഞ്ഞു വിടുക. എന്നിട്ട് 2 കോർപ്പറേഷൻ വേണേൽ എടുത്തോളാൻ പറയുക. എല്ലിഞ്ചക്ഷൻ ഇട്ട് കൊടുക്കുന്ന പോലെ ഇവിടെ പാർലമെന്റ് സീറ്റ് ചോദിച്ച് എന്നവർക്ക് 2 കോർപ്പറേഷൻ എടുത്തിട്ട് കൊടുക്കുക, അത് എടുത്തോളാൻ പറയുക. അങ്ങനെ ചർച്ച ചെയ്തല്ലോ, ചർച്ചകൾ നടന്നല്ലോ. ചർച്ചകളുടെ ഒരുമിച്ചിരുന്ന് തീരുമാനം എടുക്കുകയല്ലേ. ഇത്തവണത്തെ സാഹചര്യത്തിൽ മാറിക്കൊടുക്കണമെന്നുള്ള അഭിപ്രായം ഞങ്ങൾ അംഗീകരിക്കുന്നു. മുന്നണി വിജയിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ സീറ്റില്ല എന്ന തീരുമാനം അംഗീകരിച്ച് ഇറങ്ങിപ്പോന്ന മറ്റൊരു കക്ഷി സോഷ്യലിസ്റ്റ് വീരന്മാരുടെ പാർട്ടിയാണ്. ഏതോ ഒരു ജനതാദൾ. കൃത്യമായ അഭിപ്രായവും പ്രതിഷേധവും ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. സ്വതവേ മുന്നണി യോഗത്തിൽ നടന്ന ചർച്ച അതായിരുന്നു. അതാണ് മുന്നണി അംഗീകരിച്ചത്. പക്ഷേ ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അത് കൺവീനർ പറയും. അതായത് വീരേന്ദ്രകുമാറിൻ്റെ പുതിയ പാർട്ടിക്ക് LDF പാർലമെന്റ് സീറ്റ് കൊടുത്തില്ല എന്ന്. ഞങ്ങളുടെ കൂടെ നിന്ന് വിട്ടുപോയ വീരേന്ദ്രകുമാറിനെ ഓർത്ത് ഞാൻ സഹതപിക്കുകയാണ്. പഞ്ചായത്തിൽ സീറ്റ് കൊടുത്തില്ലെന്നും പറഞ്ഞാണ് ഞങ്ങളെ വിട്ടുപോയത്. ഞങ്ങൾ അദ്ദേഹത്തിന് പാർലമെന്റിൽ സീറ്റ് കൊടുത്തു, രാജ്യസഭയിൽ സീറ്റ് കൊടുത്തു. ഇന്ന് അദ്ദേഹത്തിൻ്റെ നില കണ്ട് ഞാൻ പരിതപിക്കുകയാണ്. അദ്ദേഹത്തെ വിളിച്ചൊന്ന് ചർച്ച ചെയ്യാനുള്ള മാന്യത പോലും ഇടതുമുന്നണി നേതൃത്വമോ മുഖ്യമന്ത്രിയോ കാട്ടിയില്ല എന്നുള്ളത് കാണേണ്ട ഒരു കാര്യമാണ്. ജനതാദൾ പ്രവർത്തകന്മാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത്. എന്തിനാണ് UDF വിട്ടുപോയത്? LDF ചെന്ന് ചേക്കേറിയിട്ട് എന്ത് കിട്ടി? വലിയ ആൾക്കാർ മറുപടി പറയാൻ അത് വീരേന്ദ്രന്മാർ മറുപടി പറഞ്ഞില്ലേ. മൗനം വിദ്വാനുഭൂഷണം എന്നൊക്കെ ശ്രേയാംസ് കുമാറും പഠിച്ചു വെച്ചിട്ടുണ്ട്. ഒരു വിദ്വാന്റെ മകനാണല്ലോ.